എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. നമ്മിൽ എത്ര പേരാണ് ആഹാരക്രമത്തിൽ ശ്രദ്ധ ചെലുത്തുന്നത്? ഏതാണ്ട് 80% ആൾക്കാരും ശ്രദ്ധ ചെലുത്താറില്ല. കഷ്ടിച്ച് ഒരു 20% പേർ മാത്രമേ ഡേ ടു ഡേ നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്രമീകരണത്തെക്കുറിച്ചും അവയിൽ ഉൾപ്പെടുത്തേണ്ട വിഭവങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത്. മുൻ നാളുകളെ അപേക്ഷിച്ച് ഇപ്പോൾ രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിൻ്റെ അപാകതയാണ്. പ്രധാനമായും ഒരു മനുഷ്യൻ്റെ ആരോഗ്യം ശരിക്കും നിലനിർത്തണമെങ്കിൽ അതിൽ നമ്മൾ പല രീതിയിലുള്ള ആഹാര സാധനങ്ങളും നാം അതിൽ ഉൾപ്പെടുത്തണം. അതായത് ഉപധാന്യങ്ങൾ അതിൽപ്പെടുന്നതാണ് കമ്പ്, മണിച്ചോളം, പുല്ല്, കൂവപ്പൊടി, എള്ള്, അങ്ങനെ പലതരം പരിപ്പ് വർഗ്ഗങ്ങൾ. ആദ്യകാലത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഭക്ഷണ സാധനങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി ഇപ്പോൾ നാം ഉപയോഗിക്കുന്നത് ചോറ്, പൊറോട്ട, ചപ്പാത്തി, കുഴിമന്തി, ബിരിയാണി, മൃഗങ്ങളുടെ മാംസം, പക്ഷികളുടെ ഇവയൊക്കെയാണ്. ഇത് നമ്മുടെ ശരീരത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ആരും അത് മനസ്സിലാക്കാത്തൊരു സത്യവും കൂടിയാണ്. നാം എല്ലാ രീതിയിലും ഒരു ക്രമീകരണമില്ലാതെ നമ്മുടെ ആഹാരം നമ്മെ എത്തിക്കുന്നത് അറ്റ് ദ എൻഡ് വെന്റിലേറ്ററിലായിരിക്കും. അവസാനം നാം അന്ത്യശ്വാസം വലിക്കും. അതും ദൈവം തന്ന ആയുസ് നിലനിർത്താതെ നമ്മുടെ തോന്നിയവാസം മൂലം നാം വയ്ക്കുന്നതിൻ്റെ ശിക്ഷയാണ് നമ്മൾ അനുഭവിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ വീക്ഷിക്കുന്ന എല്ലാവരോടും ഒന്ന് റിക്വസ്റ്റുകളുണ്ട്. നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ഉപധാന്യങ്ങൾ, അത് മില്ലറ്റ്സ് ഐറ്റംസ് കൂടുതൽ അതിൽ ചേർക്കുക. തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇപ്പോഴും കമ്പ് മാത്രം ആഹാരമാക്കുന്നവരായിട്ടുണ്ട്. ചോളം മാത്രം ആഹാരമായി കാണുന്നവരുണ്ട്. അവർ റൈസ് കഴിക്കാറില്ല. ഈ റൈസിന് വലിയ ഗുണങ്ങളൊന്നും ഇല്ല. പ്രത്യേകിച്ച് മുൻകാലങ്ങളിൽ തവിടോട് കൂടിയ നെല്ല് വളരെ ഗുണകരമായ ഒന്നാണ്. അതിപ്പോൾ കിട്ടാനില്ല. ഇപ്പോൾ നമുക്ക് ചുവന്ന അരി കിട്ടുന്നത് കളറിൽ കൂടി നമ്മുടെ കുത്തരി പോലെയൊക്കെ നമ്മളിലേക്ക് എത്തിക്കുകയാണ്. പക്ഷെ അതൊന്നും ഒറിജിനലല്ല. പല മായം ചേർക്കലുമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു 50 വയസ്സാകുമ്പോൾ ഒരു ഡോക്ടർ അവർക്കുണ്ടാകും കൺസൾട്ടൻ്റായിട്ട്. കാരണം ഈ രോഗങ്ങൾ നാം തന്നെ വരുത്തിച്ച് വയ്ക്കുകയാണ്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ കടന്നു വരുന്ന രോഗങ്ങളാണ്. അതിനെ നാം മനസ്സിലാക്കാതെ നാം അഭയം തേടുന്നത് ഡോക്ടറിൻ്റെ അടുക്കലും വലിയ 5 സ്റ്റാർ ഹോസ്പിറ്റലുകളുമാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെ ട്രീറ്റ് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ എത്ര കണ്ട് ഗുണകരമായി അതിനെ ഇല്ലാതാക്കാൻ പറ്റുമെന്നുള്ളത് അത്ര എളുപ്പമല്ല. ഒരു ഡോക്ടേഴ്സും പറയില്ല. കാരണം നാം ജീവിക്കുന്നത് ഫാസ്റ്റ് ഫുഡിലും പുറത്തുള്ള ഹോട്ടൽ ഫുഡിലുമാണ്. അങ്ങനെ ഉള്ളവരാണ് ഏറിയ പങ്കും
രോഗികളായി മാറുന്നത്. എന്നാൽ വീട്ടിൽ ഒന്നുമില്ലെങ്കിലും ചെറിയൊരു കഞ്ഞിയും മറ്റെന്തെങ്കിലും ചെറിയൊരു കൂട്ടും കൂടെ ഉണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന ആരോഗ്യവും ഈ 4 നേരവും എല്ലാ മട്ടണും ബീഫും പന്നിയും പോർക്കും പോത്തും ഒക്കെ കഴിച്ചു വരുന്നവർക്കും ഉണ്ടാകുന്ന ശരീരവും അവരുടെ മാനസിക സമ്മർദ്ദമൊക്കെ എല്ലാം വളരെ ഡിഫറൻ്റായിരിക്കും. ലാഭകൾ വ്യത്യാസമുണ്ടാകും. സോ ദയവ് ചെയ്ത് സുഹൃത്തുക്കളോട് പറയുന്നു, ആഹാരക്രമം വളരെ ശ്രദ്ധിക്കുക. ആഹാരത്തിലൂടെയാണ് എൻ്റെ 99% രോഗവും പിടിപെടുന്നത്. സോ വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങളുടെ ആഹാരം ക്രമീകരിച്ചാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരില്ല, നിങ്ങൾ രോഗിയാകില്ല. ഈവൻ 40 വയസ്സോ 50 വയസ്സ് കഴിഞ്ഞവരായിരുന്നാലും നിങ്ങൾ എത്ര കണ്ട് ക്രമീകരണം ചെയ്യുന്നു അത്ര കണ്ട് നിങ്ങൾ സുരക്ഷിതമായിരിക്കും. നിങ്ങൾ മരുന്നുകൾ കഴിക്കേണ്ട ആ ഒരു സാഹചര്യം ഉണ്ടാകില്ല. സോ കഴിയുന്നതും നിങ്ങളുടെ ഭക്ഷണ രീതി ഒന്ന് മാറ്റി കുറിക്കുക. കഴിയുന്നതും ഈ പുറത്തുള്ള ഭക്ഷണം, പ്രത്യേകിച്ച് മാംസം കൊണ്ടുള്ള ഭക്ഷണങ്ങൾ, ഈ കുഴിമന്തി ഇങ്ങനെയൊക്കെ പല പേരിൽ അറിയപ്പെടുന്നത്, അത് വളരെ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിന് ഭാരമാകും, നിങ്ങൾക്ക് തന്നെ ഭാരമാകും. അവസാനം ജീവിതം നരകിച്ച് മരിക്കേണ്ട ഒരു അവസ്ഥയിലെത്തും. എന്തെങ്കിലും കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ ഇൻഡിസിപ്ലിനായിട്ടുള്ള ലൈഫ് സ്റ്റൈലിലും ഭക്ഷണ സ്റ്റൈലിലും കൂടി അതെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകും. നിങ്ങൾ മൂലം നിങ്ങളുടെ കുടുംബവും ആരുടെയും ഒരു സഹായമില്ലാതെ ജീവിക്കേണ്ട ഒരവസ്ഥ വരും. അത് ഒഴിവാക്കാൻ വേണ്ടി ഭക്ഷണം ക്രമീകരിക്കുക. ഭക്ഷണത്തിൽ ഞാൻ പറഞ്ഞതുപോലെയുള്ള പല ധാന്യങ്ങളും ഉൾപ്പെടുത്തുക. ഇത് ഇഷ്ടപ്പെട്ടാൽ മറ്റു സുഹൃത്തുക്കൾക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്താലും കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.